കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. വാ ചേച്ചി. സംസാരിച്ച മോനെ? അമ്മ ഞാൻ എന്റെ മോന്റെ കാര്യമൊന്നും പറയാതിരിക്കുക ഭേദം. മനസ്സ് തുറന്ന ഒരൊറ്റ കാര്യം പറയാറില്ല, എല്ലാം അങ്ങ് മനസ്സിലൊതുക്കും. രാത്രി തൊട്ട് തുടങ്ങിയതാ. കുട്ടിയോട് 2 വാക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങക്ക് സൗകര്യം തന്നിട്ടില്ല. പിന്നെ ഈ കോന്തനെ കൊണ്ട് ഞാൻ സംസാരിപ്പിക്കാം. കറ കഴുകിയിട്ട് വന്ന് ഇരിക്ക. എന്തു പറയുന്നു രാമ? ഞങ്ങൾക്ക് ഈ ബന്ധത്തിന് സമ്മത. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മറ്റന്നാൾ നല്ലൊരു മുഹൂർത്തമുണ്ട്. കല്യാണം പറഞ്ഞുറപ്പിച്ച് നിശ്ചയമായിട്ടങ്ങ് നടത്താം. ഞങ്ങൾക്ക് പൂർണ്ണ സമ്മതം. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. അപ്പൊ പറഞ്ഞതുപോലെ ശരി. ഇറങ്ങുക. ചെറുക്കനെ നിനക്ക് ഇഷ്ടപ്പെട്ടോ മോളെ? അവനെന്താ കുഴപ്പം? മിടുക്കനല്ലേ ചെറുക്കൻ. അമ്മയോടല്ല ഞാൻ ചോദിച്ചത്, എന്റെ മോൾ ഉത്തരം പറയട്ടെ. മോളോട് ചോദിക്കാതെയാ നിശ്ചയത്തിന് ഞാൻ സമ്മതം മൂളിയത്. മോൾക്ക് ചെറുക്കനെ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ അല്ലേ? അത് ചോദിക്കാനുണ്ടോടാ? അല്ലെങ്കിൽ അവള് വാ തുറന്ന് പറയില്ലായിരുന്നോ? ആരെക്കാളും നിന്നോടല്ലേ അവളെല്ലാം തുറന്ന് പറയുക. അതിരിക്കട്ടെ, ഇന്ന് അമ്പലത്തിലെങ്ങാണ്ടോ പോണോന്ന് പറഞ്ഞിട്ട് ഉറപ്പിച്ച ഒരു പുഷ്പാഞ്ജലി നടത്താൻ നേർന്നിരുന്നു. വൈകുന്നേരം എല്ലാവർക്കും കൂടി പോവാം. ആ എന്തു പറയുന്നു സുലേഖ? എന്താടി നോക്കി നിക്കുന്നേ? മോളെ എണീറ്റ് വന്നേ. വാ. ഇതാ ഞാൻ അച്ഛമ്മയെ കാണിച്ചത്. എനിക്ക് ശ്രീരാമന്റെ കൂട്ട് മാത്രം മതി, മറ്റൊരാളുടെയും കൂട്ട് വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. മതിയായല്ലോ? എന്തു പറയുന്നു രാമ? ഞങ്ങൾക്ക് ഈ ബന്ധത്തിന് സമ്മത. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മറ്റന്നാൾ നല്ലൊരു മുഹൂർത്തമുണ്ട്. കല്യാണം പറഞ്ഞുറപ്പിച്ച് നിശ്ചയമായിട്ടങ്ങ് നടത്താം. ഹലോ ഹലോ, ഇത് ഗുൾസർ ഷവി അല്ലേ? അല്ല, ഇത് ഷവിയുടെ നമ്പർ ആണെന്നാണല്ലോ പറഞ്ഞ്. പേര് ശവിയെന്നാ, പക്ഷെ എന്നെ ആരും പേര് വിളിക്കാറില്ല. പിന്നെ കൊട്ടേഷൻ പാർട്ടിക്കല്ലേ റെസ്പെക്ട്. ഛേ, ഒരു വളിച്ച പേരും ഗുൾസർ ഷവി. എവിടുന്ന് വരണടാ ഇവനൊക്കെ? കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണമെന്നാണല്ലോ. അപ്പൊ ആയിക്കോട്ടെ ഷവി സാറേ, എന്നാ ഞാൻ കാര്യം പറഞ്ഞോട്ടെ? ആ പറഞ്ഞോ. എന്താ ചെയ്യണ്ടേ? ഒരു കൊട്ടേഷന്റെ കാര്യമാണ്.
കാര്യം മനസ്സിലായല്ലോ അല്ലേ? ആരാ ചെയ്തതെന്നോ എന്തിനാ ചെയ്തതെന്നോ ഒരു ഈച്ച പോലും അറിയരുത്. ഇനിയിപ്പോ ഗുൾസർ ഷവി പിടിക്കപ്പെട്ടാലും പുറകിൽ ആരാണെന്ന് അറിയരുത്. ഗുൾസർ ഷവിയെയും അങ്ങനെ ആരും പിടിക്കില്ല. പണവും ഡീറ്റെയിൽസും അയച്ചാൽ മതി. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. ശരി, ആദ്യം ഞാൻ ഡീറ്റെയിൽസ് അയച്ചു തരാം. എന്തായാലും പണി നടക്കട്ടെ. പണം അക്കൗണ്ടിലേക്ക് എത്തിക്കോളും. ഓക്കെ. പട്ടാഭിഷേകം നടക്കാൻ പോണു എത്രേ. 16 അടിയന്തരയെ നടക്കൂ. സുലേഖെ, പൂജയ്ക്കുള്ള സാധനങ്ങളെല്ലാം എടുത്തല്ലോ അല്ലേ? എടുത്തിട്ടുണ്ട് ഏട്ടാ. ഭഗവതിക്ക് വെള്ളി കൊണ്ടുള്ള കുങ്കുമച്ചെപ്പും പട്ടുസാരിയും അല്ലേ നമ്മൾ നേർന്നിരിക്കുന്നേ? അതൊക്കെ അമ്പലത്തിലേക്ക് പോണ വഴി വാങ്ങിക്കാമല്ലോ. ദേവനും അമ്പലത്തിലേക്ക് വരുന്നുണ്ടല്ലോ അല്ലേ? മോനും മോളും വീട്ടിൽ തന്നെ ഇരിക്കട്ടടാ, നമുക്ക് പോയിട്ട് വരാം. കല്യാണം കഴിഞ്ഞപ്പോഴേ കൊണ്ടുവല്ല എന്ന് പറഞ്ഞിരുന്ന ഇതുവരെ ഒത്തില്ല. ഒരു പൂജ മോന്റെയും മോളുടെയും കൈകൊണ്ടായിക്കോട്ടെ. രണ്ടുപേരും പെട്ടെന്ന് റെഡി ആയിട്ട് വാ. ഞാൻ നേരത്തെ തന്നെ റെഡിയാണ് അച്ഛാ. ഞാൻ പുറത്തുണ്ടാവും, നിങ്ങൾ വന്നേക്ക്. എന്നാ ശരി മോനെ. നോക്കി നിൽക്കാണ്ട് എല്ലാവരും പെട്ടെന്ന് ഇറങ്ങ്. അമ്മേ, ശ്രേയയും വിളിക്കും. ഇവന്റെ ഒരു കാര്യം എന്തു പറഞ്ഞാലും പൊട്ടന് മനസ്സിലാവില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞ അതിൽ കാര്യം ഉണ്ടെന്നെങ്കിലും ചിന്തിക്കണ്ടേ? ആ, ശരിക്കുള്ള കാരണം എന്താണെന്ന് എനിക്ക് പറയാനും പറ്റില്ലല്ലോ. മോളെ വൈദേഹി, വരുന്നമ്മേ. എന്താ അമ്മേ? മോളി പൂജയുടെ താലം കൊണ്ടിന്ന് കാറിൽ വെച്ചേക്കും. ശരി അമ്മേ. വീട് ദേവേട്ടാ. അങ്ങനെ നിന്നെ വിട്ടുകളഞ്ഞ് ഞാൻ പിന്നെ ജീവനോടെ ഉണ്ടാവില്ല. ഈ ജന്മം ഞാൻ നിന്നെ മറ്റാർക്കും വിട്ടുകൊടുക്കുകയില്ല. എന്താ ഇതൊക്കെ? എന്തൊരു കഷ്ട. എത്ര വട്ടം ഞാൻ ഇതൊക്കെ പറഞ്ഞതാ. എന്തിനാ ദേവേട്ട എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നെ? എത്ര പറഞ്ഞിട്ടും എന്റെ അവസ്ഥ മനസ്സിലാക്കാത്തത് എന്താ? നിനക്കാ ശരിക്കും നമ്മുടെ അവസ്ഥ മനസ്സിലാകാത്തത്. നീ എന്റെ ഭാര്യയായി എന്റെ കൂടെ ജീവിക്കേണ്ടവളാ. മറ്റൊരുത്തൻ നിന്നെ കാണാൻ വരികയെന്നൊക്കെ പറഞ്ഞ കല്യാണം ഉറപ്പിച്ചതിന്റെ പേരിൽ നീ അവരുടെ കൂടെ അമ്പലത്തിൽ പോകാൻ ശ്രമിക്കുന്ന എന്തിനാ? അതിനെങ്ങനെ നിനക്ക് മനസ്സ് വരുന്നു വൈദേഹി? ദേവേട്ടന്റെ മനസ്സ് എനിക്ക് മനസ്സിലാവാത്തെ. ദേവേട്ടനിപ്പോ എന്റെ അനിയത്തി ശ്രേയയുടെ ഭർത്താവാ. ഭാര്യയായി കൂടെ ജീവിക്കേണ്ടതും അവള് തന്നെയാ. എന്നിട്ടും എന്നെ ആ സ്ഥാനത്ത് കാണാൻ എങ്ങനെ മനസ്സ് വരുന്നു? അത് ശരിയാണെന്ന് ദേവേട്ടന് തോന്നുന്നുണ്ടോ? എന്റെ മനസ്സിലെന്നും ഭാര്യയുടെ സ്ഥാനത്ത് നീ മാത്രമുള്ളൂ വൈദേഹി. നീ എത്ര പ്രാവശ്യം എന്നോട് ചോദിച്ചാലും എനിക്ക് പറയാൻ ഈ ഒരു ഒറ്റ മറുപടി മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചത് നിന്നെ മാത്രമാണ്. എവിടെയോ ആർക്കൊക്കെ തെറ്റുപറ്റിയെന്ന് കരുതി എന്തിനു ഞാൻ എന്റെ ആഗ്രഹങ്ങൾ മാറ്റിവെക്കണം? മരവെച്ച മനസ്സുമായിട്ട് ജീവിക്കാൻ നിനക്ക് സാധിക്കുമായിരിക്കും. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇനി കല്യാണമേ വേണ്ടെന്ന് പറയുന്നതിനാ? അതിന് വേറെ ഒത്തിരി കാരണങ്ങളുണ്ട്. അത് ദേവേട്ടനൊന്നുമല്ല. എന്നോട് കള്ളം പറയാൻ ശ്രമിക്കണ്ട. അങ്ങനെയാണെങ്കിൽ എന്റെ പേരെന്തിനാ നിന്റെ ദേഹത്ത് എഴുതി വെച്ചേ? പത്ത് പ്രാവശ്യം പറഞ്ഞതുകൊണ്ട് ഒരു കള്ളവും സത്യമായി മാറില്ല. ശരിയാണ്, സത്യം തന്നെയാ. അന്നെങ്ങനെ എനിക്ക് എഴുതണമെന്ന് തോന്നി. പക്ഷെ ഇപ്പൊ തെറ്റാന്ന് മനസ്സിലായി. എന്ന് കരുതി ഇപ്പൊ ദേവേട്ടൻ എന്റെ മനസ്സിലില്ല. ശ്രേയയുടെ കല്യാണം കഴിഞ്ഞതോടെ അതൊക്കെ ഞാൻ എന്റെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളഞ്ഞതാ. അത് ശരി. ഇപ്പൊ ഞാൻ നിന്റെ മനസ്സിലില്ലെന്നാണോ നീ പറഞ്ഞു വരുന്നേ? അപ്പൊ നിന്റെ മനസ്സിൽ എന്നോട് സ്നേഹമില്ലെന്ന്? അല്ല, എന്താ വൈദേഹി നീ മിണ്ടാത്തത്? പറയേ. നിനക്ക് പറയാൻ പറ്റില്ല. അതെന്തുകൊണ്ടാണെന്നോ? ഞാൻ നിന്നെ സ്നേഹിച്ചതിൽ കൂടുതലായിട്ട് നീ ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നുണ്ട് വൈദേഹി.
നമ്മൾ ഒന്നല്ല എന്നുള്ള ചിന്ത പോലും നിനക്ക് സഹിക്കാനാവില്ല. എനിക്കറിയാതെ നീ പറഞ്ഞില്ലെങ്കിലും അത് നിന്റെ കണ്ണുകൾ എന്നോട് പറയുന്നുണ്ട്. ഇല്ല ദേവേട്ട, ദേവേട്ടനോട് എനിക്കൊരു പ്രണയവും ഇല്ല. ഇത് മതിയാവില്ല എന്നുണ്ടോ? അതോ ഇനി വല്ല കടലാസിൽ എഴുതി ഒപ്പിട്ട് തരണമെന്നുണ്ടോ? നീ പറയുന്നത് പച്ചക്കള്ളോ? അല്ല, സത്യം. എന്റെ മനസ്സിൽ പ്രണയോ കുന്തോ ഒന്നുമില്ല. നടന്നു കഴിഞ്ഞതൊക്കെ ഒരു ദുസ്വപ്നാണെന്ന് കരുതി മറന്നു കളഞ്ഞേക്ക് ദേവേട്ട. ആ ചിന്തകളിൽ നിന്നൊക്കെ പുറത്തു കടന്ന് എന്റെ ശ്രേയയോടൊപ്പം നല്ലൊരു ജീവിതം നയിക്കാൻ നോക്ക്. ജീവിതമല്ലേ? നീ എന്ന പെണ്ണ് എന്റെ കൂടെ ഇല്ലെങ്കിൽ പിന്നെ ആ ജീവിതം എനിക്ക് എന്നും നരകതുല്യായിരിക്കും. അത് മരണത്തെക്കാൾ ഭീകരമാണ് വൈദേഹി. ഇപ്പൊ എനിക്ക് ജീവനുണ്ടെങ്കിലും അത് മരിച്ചതിന് തുല്യ. മോളെ വൈദേഹി, നീ എന്താ ഇവിടെ നിൽക്കണം മോളെ? നീ വരുന്നില്ലേ അമ്പലത്തിലേക്ക്? വരികയാണച്ചാ. നല്ലൊരു ബന്ധമല്ലേ? അത് ഇത്ര പെട്ടെന്ന് ഒത്തുവരുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ലായിരുന്നു. മുമ്പും പല ആലോചനകളും വന്നിട്ടുണ്ട്. എന്തെങ്കിലും കാരണത്താൽ അതൊക്കെ മുടങ്ങുകയും ചെയ്തു. പക്ഷേ മോനെ മരുമോനായി കിട്ടിയതിന് ശേഷം എല്ലാം ഭംഗിയായിട്ട് നടക്കണേ. മോനൊരാൾ കാരണമാണ് ഇങ്ങനൊരു ഭാഗ്യം നമുക്ക് ലഭിച്ചത്. നമ്മുടെ ഭാഗ്യം തെളിഞ്ഞിരിക്കുകയാണ് രാമ. അതല്ലേ കൊട്ടാരം വീട്ടിലെ ബന്ധം നമുക്ക് കിട്ടിയത്. രാമ, ഈ കല്യാണം ദേവമോൻ തന്നെ മുമ്പിൽ നിന്ന് നടത്തണം. എന്തു പറയുന്നു മോനെ, നടത്തില്ലേ? നീ എത്ര പ്രാവശ്യം എന്നോട് ചോദിച്ചാലും എനിക്ക് പറയാൻ ഈ ഒരു ഒറ്റ മറുപടി മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചത് നിന്നെ മാത്രമാണ്. നിനക്ക് പറയാൻ പറ്റില്ല. അതെന്തുകൊണ്ടാണെന്നോ? ഞാൻ നിന്നെ സ്നേഹിച്ചതിൽ കൂടുതലായിട്ട് നീ ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നുണ്ട് വൈദേഹി. നമ്മൾ ഒന്നല്ല എന്നുള്ള ചിന്ത പോലും നിനക്ക് സഹിക്കാനാവില്ല. ഒരിക്കലും മറക്കാൻ പറ്റാത്ത വിധം നിന്റെ ഓരോ അണുവിലും ഞാനുണ്ട്. എന്നിട്ടും സ്നേഹമില്ലാന്ന് എങ്ങനെ പറയാൻ കഴിയുന്നു നിനക്ക്? നമ്മൾ ഒന്നാണ് വൈദേഹി. പോലെ മോഹമലി
മുഴുവൻ അവളുടെ നേരെയാ. ഇവൾ ഏതു നേരം ഫോണിനകത്താണല്ലോ. കെട്ടിയവനെ കുറിച്ച് ഒരു ചിന്തയില്ല. ഇനി എങ്ങനെ പറഞ്ഞാലാ ഈ പെണ്ണിന് കാര്യങ്ങൾ മനസ്സിലാവുക? ഈശ്വരാ. മതിയടി നോക്കിയിരുന്നു വെള്ളം ഇറക്കിയത്. ശ്രേയേ, നിന്നോടാ പറഞ്ഞേ. കിളവി ആരോടാ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. ദേവേട്ടൻ വൈദേഹി ചേച്ചിയെ നോക്കിയത് കിളവിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഈ കിളവി എത്ര തലകുത്തി മറിഞ്ഞാലും ദേവേട്ടനെയും വൈദേഹി ചേച്ചിയും ദൈവം ഒന്നിപ്പിക്കും. എന്തെന്നാടാ? ഒന്നുമില്ല അച്ഛമ്മേ. ദേവാ മോനെ, ഒന്ന് കാർ ഇവിടെ നിർത്തുവോ? പൂജയ്ക്ക് വേണ്ട സാധനം വാങ്ങിക്കാനായിരുന്നു. നിന്നെ എന്താടി പ്രത്യേകം വിളിക്കണമായിരിക്കും. ഇറങ്ങി ഓടി. അവന്റെ കൂടെ വെള്ളം ഇറക്കിക്കൊണ്ട് ഇവിടെ ഇരിക്കാനല്ലേ ഉദ്ദേശം? ആ പൂതി അങ്ങ് മനസ്സിലിരിക്കട്ടെ. ഇറങ്ങി വാടി. എന്താ അമ്മേ? ഒന്നുമില്ലടാ. പൂജ നടത്താൻ പോകുന്നത് വൈദേഹിക്ക് വേണ്ടിയല്ലടാ. അപ്പൊ സാധനങ്ങൾ മേടിക്കുമ്പോ അവളും കൂടെ വരട്ടെന്ന് പറയുകയായിരുന്നു. വാ മോളെ. ദേവമോനെ, മോനും കൂടെ വാ. ഞാൻ കാർ തന്നെ ഇരുന്നോളാം അച്ഛാ. നിങ്ങളൊക്കെ പോയിട്ട് വാ. ആയിക്കോട്ടെ. അയ്യോ, ബാഗ് കാറിലാണല്ലോ. കാശ് അതിലെ വെച്ചേക്കണേ. വൈദേഹി, ബാഗ് കാറിൽ മറന്നു വെച്ചു. ഒന്ന് എടുത്തോണ്ട് വാ. ആയിക്കോട്ടെ അച്ഛാ. എടേ രാമ, എന്തിനാടാ ഓരോ കാര്യത്തിന് അവളെ തന്നെ പറഞ്ഞയക്കുന്നേ? അവള് പോയിട്ട് വരട്ടെ അമ്മേ. എപ്പോഴും അവളെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മോള് ചെന്നിട്ട് വാ. ഈ ഇടയായിട്ട് അച്ഛമ്മയ്ക്ക് വൈദേഹി ചേച്ചിയെ കാണാതിരിക്കാൻ പറ്റില്ലെന്നായിരിക്കുക. അച്ഛമ്മയുടെ കൂടെ തന്നെ കൊണ്ടു നടക്കാൻ ഇഷ്ടം. വായടച്ചോണം. അമ്മേ, അവള് വരട്ടെ, നമുക്ക് കടയിലോട്ട് പോകാം. അവള് വന്നോളും. അമ്മ വാ. ആ ദേവേട്ട, അച്ഛൻ കാറിൽ ബാഗ് മറന്നു വെച്ചു. എന്നെ കാണാൻ വന്നതാണെന്ന് ചുമ്മാതെങ്കിലും നിനക്ക് പറഞ്ഞുകൂടായിരുന്നു? ദേവേട്ട,
അവന്റെ മേത്തുനിന്ന് കൈയെടുക്കടാ. ഏയ് വിട്ടേക്ക്, നീ അവളെ വിട്ടേക്ക്. നിനക്ക് എന്താ വേണ്ടത്? എന്തിനാ അവളെ ഉപദ്രവിക്കുന്നേ? ഡാ, മര്യാദയ്ക്ക് ആ കുട്ടിയെ വിട്ടേക്ക്. വിടാനാ പറഞ്ഞത്. ഒരടി മുന്നോട്ട് വെച്ച കൊന്നുകളെ ഞാൻ അവളെ. അരുത്, വേണ്ട വേണ്ട വേണ്ട. ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് പറ. അതെന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം. ഇവിടെ നിന്ന് പ്രസംഗിക്കാതെ കാറി കയറിയിരിക്കാൻ നോക്ക്. പോയിരിക്കടാ. ശരി, പക്ഷെ അവളെ വിട്ടേക്ക്. ആ കുട്ടിയെ വിടാൻ